നമ്മുടെ ആരോഗ്യ മേഖലയുടെ അദൃശ്യമായ ശക്തി കേന്ദ്രങ്ങളാണ് ആശാവർക്കർമാർ. ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും സാധാരണ ജനങ്ങൾക്കും ആരോഗ്യ സംവിധാനങ്ങൾക്കുമിടയിലെ പാലമായി വർത്തിക്കുന്ന ഈ വനിതകൾ കോവിഡ് കാലത്തും അല്ലാതെയുമുള്ള ദുരിതഘട്ടങ്ങളിൽ നിസ്തുലമായ സേവനമാണ് നൽകിയത്. എന്നാൽ അവരുടെ സേവനത്തിന് അർഹമായ വേതനം ലഭിക്കുന്നില്ല എന്നതായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തോളമായി കേരളം ചർച്ച ചെയ്ത പ്രധാന വിഷയം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 266 ദിവസം നീണ്ട രാപ്പകൽ സമരത്തിലൂടെ അവർ നടത്തിയ ഐതിഹാസിക പോരാട്ടവും അതിനെ തുടർന്നുണ്ടായ സർക്കാർ പ്രഖ്യാപനവും ഇന്ത്യൻ തൊഴിലാളി സമര ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാണ്. തങ്ങളുടെ ജീവിതാവശ്യങ്ങൾ ഉന്നയിച്ച ആശാവർക്കർമാർ തെരുവിലിറങ്ങി മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് കേരള സർക്കാർ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. നിലവിലുണ്ടായിരുന്ന ഓണറേറിയത്തിൽ 1000 രൂപയുടെ വർധനവ് വരുത്തി. അതോടൊപ്പം പുതിയ ഓണറേറിയമായി 8000 രൂപ നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നു. സംസ്ഥാനത്തെ 26,125 ആശാവർക്കർമാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും പറയുന്നു. ഈ വർധനവ് വഴി സംസ്ഥാന സർക്കാരിന് പ്രതിവർഷം 250 കോടി രൂപയുടെ അധിക ചെലവ് വരും. ഇതുവരെയുള്ള കുടിശ്ശിക മുഴുവൻ നൽകുമെന്നും മുഖ്യമന്ത്രി ഇതിനോടകം പ്രഖ്യാപിച്ചിരുന്നു. ഈ വർധനവ് പ്രഖ്യാപനം തങ്ങളുടെ ദീർഘകാല സമരത്തിന്റെ നേട്ടമായി ആശാവർക്കർമാർ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ അവരുടെ പ്രധാന ആവശ്യം ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. 1000 രൂപയുടെ വർധനവ് തുച്ഛമാണെന്നും തങ്ങളുടെ ജീവിത ചെലവുകൾക്ക് ഈ തുക ഒട്ടും തികയില്ലെന്നും അവർ അഭിപ്രായപ്പെടുന്നു. എങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നീക്കം ഉണ്ടായി എന്നത് സമരത്തിന്റെ വിജയമായി അവർ കണക്കാക്കുന്നുണ്ട്.